ആറാട്ടൻ്റെ കാലം കഴിഞ്ഞു. യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊന്നും ഇല്ല. ഇത് കേട്ട് മടുത്തിട്ട് ഞാൻ ചെയ്ത കാര്യമാണ്. ഇപ്പം മിക്ക ഫോൺ കോളും തെരുവിളിയാണ്. അതിൽ കാരണം അണ്ണൻ തന്നെയാണ് നല്ല ഉറപ്പല്ലേ? ആണ്. എന്തെയാണ് കോമാളി അല്ലെങ്കിൽ അണ്ണൻ പല കോമാളിത്തരം കാണിക്കുന്നുണ്ടെന്ന് അണ്ണൻ അറിയാം. കാണിപ്പിച്ചതാണ് ഞാൻ ചെയ്യാത്ത പലതും. അണ്ണന്റെ വൈകുന്നേരങ്ങളിലെ ലൈവുകൾ പലതും കോമാളിത്തരമാണ്. അമ്മ വിഷമിച്ചതിന്റെ അത്രയും ഒരിക്കലും വരില്ല. അമ്മ സ്നേഹിക്കുമ്പോൾ ആരും സ്നേഹിക്കില്ല. അതാണ് അമ്മ. പറഞ്ഞ വളരെ വാലിഡായ പോയിന്റാണ്. നമുക്ക് ഈ മൂഡിൽ നിന്നൊന്നും മാറാം. ഇങ്ങനത്തെ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പാടില്ല. ഇവരെ ആരും വീട്ടിൽ പോലും കയറ്റാൻ പാടില്ല. ഒരു മനുഷ്യത്തിന്റെ പേരിലാണ് ഇവരെല്ലാം കയറ്റിയത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങി അടുത്തൊരു കരുണാകരനോ മണ്ഡലാവേണ്ട ആളാണ്. പുള്ളിക്ക് 50,000 വെച്ചാ കിട്ടണേ. വാ തുറന്ന കള്ള പറഞ്ഞു. അണ്ണനും കള്ളമല്ലേ പറയുള്ളൂ. ഇപ്പൊ ക്യാൻസറിന്റെ ഇഷ്യൂ. മലപ്പുറത്ത് പോയപ്പോ ആര് പറഞ്ഞു EMSലെ സ്ഥലം പറഞ്ഞു. പുള്ളി പറഞ്ഞത് EMSൽ കവിയല്ലേ. ഒരു വിവരവും ഇല്ല. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇപ്പൊ MBA എടുക്കാൻ പോകും. ഇവിടെ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കാർ പറയാണ് ഇപ്പൊ MBA എടുക്കാൻ പോവാണ്. അനീഷ് അപ്പൊ ഇപ്രാവശ്യം കപ്പടിക്കാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നു അനുമോൾ അടിക്കാനേ സാധ്യതയുള്ളൂ. അനീഷിനോടാണ് കുറച്ച് പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉള്ള. അനീഷിനോടാണ്. പുള്ളിയൊക്കെ ജെന്യൂൻ ആളാണ്. പ്രതീക്ഷിക്കാം ചിലപ്പോ അദ്ദേഹം അനീഷാണ്. ഓരോ നടിമാരുടെ പേരൊക്കെ പറയുമ്പോൾ അതൊക്കെ അവർക്കും കൂടി മോശമാവുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഒരാളെ ഇഷ്ടമാണ് പറഞ്ഞത് എത്ര മോശം കാര്യം വിചാരിച്ചു. അതാണ് അവരോട് വേറെയാണ്. അത് ഞാൻ പിന്നീടാണ് മനസ്സിലായത്. അത് അവരെയൊക്കെ ഒരുപാട് ബാധിക്കും. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരയുന്ന ആളാണ്. എസ്പെഷ്യലി എൻ്റെ ഫാദറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും മിസ്സാവുന്നുണ്ട്. 3.5 വർഷമായി ഇപ്പോഴും മിസ്സാവുന്നുണ്ട്. എനിക്കറിയാം ഇപ്പോൾ എൻ്റെ മദറിൻ്റെ കാലം കഴിഞ്ഞാൽ ഞാൻ വളരെ എനിക്ക് ആരുമില്ലാത്തൊരവസ്ഥയാണ്. സിസ്റ്റേഴ്സ് ഒന്നും അവർക്കെല്ലാം അവരുടെ കാര്യമാണ്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. ഈ അതിഥിയെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തിലേക്ക് തന്നെ പോവാം. നമ്മുടെ ആറാട്ടണ്ണനാണ്. ആറാട്ടണ്ണ നമസ്കാരം. എന്തായാലും അണ്ണ, നമ്മളിത് അധികം നാളായിട്ടില്ല നമ്മളിങ്ങനെ ഇരുന്നിട്ട്. വീണ്ടും അണ്ണനെ വിളിക്കാൻ കാരണം ലാസ്റ്റ് ഇൻ്റർവ്യൂ നല്ല ഇൻ്റർവ്യൂ ആണ്. നന്നായിട്ട് പോയി. അതെ, നല്ല അഭിപ്രായമാണ്. ഓക്കെ, താങ്ക് യു അണ്ണാ. ഞാൻ ആ ഇൻ്റർവ്യൂ എടുത്തതിന് ശേഷം ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, എന്തോരം കഴിവുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അവരോടൊക്കെ അവരും മനുഷ്യരാണ്, അവർക്കും ചിലത് പറയാനുണ്ട്. അവർ പറഞ്ഞോട്ടെ, അവർക്ക് പറയാനുള്ള വെറുതെ എന്തോരം തെറികൾ ചിലപ്പോൾ അനാവശ്യമായിട്ട് കേൾക്കുന്നുണ്ടാവും. അവർ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയട്ടെ. അതിനുള്ളൊരു സ്പേസ് നമുക്കിവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഉള്ളവരെ നമ്മൾ വിളിച്ചതെന്ന് പറഞ്ഞു. അത്രയും സപ്പോർട്ട് ചെയ്ത എന്നെ അടക്കം പറ്റിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അണ്ണൻ്റെ ഒരു പ്രസ്താവന പുറത്തു വന്നത്. അണ്ണന് ക്യാൻസറാന്ന് പറഞ്ഞു. ഞാനടക്കം വിളിച്ചിട്ട് അണ്ണനോട് പറഞ്ഞു, അണ്ണാ പേടിക്കണ്ട, നമ്മളെല്ലാവരും കൂടെയുണ്ട്. നമുക്ക് ഭയങ്കര ജെനുവിനായിട്ട് ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് നമ്മൾ വിളിച്ചിട്ട് അങ്ങനെ സംസാരിച്ചത്. അല്ല, ഞാൻ പറയട്ടെ അണ്ണാ, ഞാൻ ഒറ്റ മിനിറ്റ് ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതിനുശേഷം അടുത്ത ദിവസം അണ്ണൻ്റെ ഒരു വീഡിയോ വന്നത് അത് ഡോക്ടർക്ക് അബദ്ധം പറ്റിയാണ്. അപ്പം തന്നെ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് മനസ്സിലാവും അത് നുണയാണെന്ന്. പിന്നെ അണ്ണനോട് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ അറിയണത്. എന്താണ് അങ്ങനെ ഒരു കാര്യം? ഈ സപ്പോർട്ട് ചെയ്യുന്നവരെ വരെ ശത്രുക്കളാക്കുന്ന ഒരു രീതിയല്ലേ അത്? എന്തായിരുന്നു സംഭവിച്ചത്? ഒരു കാര്യം പറയുമ്പോൾ മറ്റേയാളുടെ സൈഡ് കേൾക്കണം. ഞാൻ പറയാം, ഉറപ്പായിട്ടും. ഞാൻ ഒരു 4-5 മാസമായി കേൾക്കുന്നത്. ഞാൻ ഫീൽഡ് ഔട്ടായി. ആറാട്ടൻ്റെ കാലം കഴിഞ്ഞു. യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊന്നും ഇല്ല. ഇത് കേട്ട് മടുത്തിട്ട് ഞാൻ ചെയ്ത കാര്യമാണ്. പണ്ടും ഇതേപോലെ ഞാൻ ഡൗൺ ആയിരുന്നു. ഒരിക്കൽ ഡൗൺ ആയപ്പോൾ സാധാരണ ഞാൻ ഇതൊന്നും പ്ലാൻ ചെയ്യാറില്ല, എത്ര ഡൗൺ ആയിരുന്നു. പണ്ട് ഇതേപോലെ സംഭവം ഞാൻ നിത്യമേനോസി വന്നത്. പല ഇഷ്യൂസ് ഇങ്ങനെ വരുന്നത്. ആദ്യമായിട്ടാണ് ഒരു പ്ലാൻ ചെയ്ത് പറഞ്ഞത്. അതൊരു കള്ളം. ഇതേപോലെ പെരേര കാണിച്ചിട്ട് കള്ള കല്യാണം നടത്തിയ ആളാണ്. ഇല്ലാത്ത കല്യാണം നടത്തിയ ആളാണ്. അതേപോലെ പുള്ളി ഇഞ്ചുറി വെയിറ്റിന് വന്ന് വേഷം കെട്ടി. അതുപോലെ എന്തെങ്കിലും ചെയ്താൽ മതിയേ. ഇത് കുറച്ച് കൂടിപ്പോയി. ഈ ക്യാൻസർ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി. ന്യായീകരിക്കുന്നുണ്ടോ? ഞാൻ ന്യായീകരിക്കല്ല, ഞാൻ പറഞ്ഞ തെറ്റാണ്. പക്ഷേ പറഞ്ഞ സിറ്റുവേഷൻ മനസ്സിലാക്കണം. ഞാൻ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതിയേ. ഈ ഐഡിയാസ് ശരിക്കും ബേസിക്കലി എൻ്റെ ഐഡിയാസാണ്. പുള്ളി അടിച്ചു മാറ്റിയതാണ് പെരേര എൻ്റെ തന്നെ. ഇവിടെ ആൾക്കാർക്ക് വേണ്ടി നെഗറ്റീവ് കാര്യമില്ല, നല്ല കാര്യം ആർക്കും വേണ്ട. ഇപ്പോൾ പെരേര എന്നെ കുറ്റം പറയുന്നു. അവൻ ഈ ഗതികേട് വന്നിട്ടില്ലാണ്, അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷെ അവന് പല കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് എനിക്ക് നിൽക്കാനും പറ്റാതെ പോയത്. എനിക്ക് കള്ളം പറയാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൂ. വളരെ ബുദ്ധിമുട്ടുള്ള ആളാണ്. ഇതൊരു നിവൃത്തിയില്ലാതെ പറഞ്ഞതാണ്.
കാരണം ആ നിവൃത്തിയിലാണ്ട് പറഞ്ഞിട്ട് ഫെയിം എൻജോയ് ചെയ്യുന്നുണ്ട് അറിയാതെ ഫെയിം വന്നാണ് ഫെയിം എൻജോയ് ചെയ്യുന്നുണ്ട് ഫെയിം എൻജോയിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ സംഭവമാണ്. ഇപ്പോൾ ആൾക്കാർ എല്ലാവരും ചീത്ത വിളിക്കുന്നില്ലേ? ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് മലബാർ ഏരിയയിൽ നല്ല സപ്പോർട്ടായിരുന്നു അവരെല്ലാം. ഇപ്പം മിക്ക ഫോൺ കോളും തെരുവിളിയാണ്. എന്താ കാരണം? എന്താ അതിൽ കാരണം അണ്ണൻ തന്നെയാണ് തന്നെ ഉറപ്പല്ലേ? ആണ് എന്ത് ചെയ്യുന്ന അബദ്ധം പറ്റിയതാണ്. പക്ഷേ ക്ഷമിക്കാനുള്ള മനസ്സിൽ ഞാൻ എന്തുകൊണ്ടെങ്കിലും തുറന്ന് പറഞ്ഞില്ലേ, എത്ര പേര് അങ്ങനെ തുറന്നു പറയും. ഇപ്പോൾ ബിരിയാണി ഇന്നാളെ റീമാ കളിക്ക് പറയണ്ടായിരുന്നു, ബിരിയാണിയുടെ ഡയറക്ടർ സജിൻ പുള്ളി തുറന്ന് സമ്മതിച്ചു മീറ്റു വന്നപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. അങ്ങനെ തുറന്ന് സമ്മതിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ഇവിടെ ക്രിക്കറ്റിലെ കോഴിവാദം വന്നപ്പോൾ ഹാൻസി ഗവൺമെൻറ് ആളെ തുറന്ന് സമ്മതിച്ചു. തുറന്ന് സമ്മതിച്ച് അയാൾ 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്ക് അയാളെ കൊല്ലുകയാണോ മരണപ്പെട്ടോ അറിയില്ല. പക്ഷെ അന്ന് കള്ളം പറഞ്ഞാൽ ഇപ്പോഴും സത്യം പറയാത്ത മുഹമ്മദ് അസൂദിന് ഒരു കുഴപ്പമില്ല. നമ്മളെല്ലാം മനുഷ്യരാണ്, അബദ്ധങ്ങൾ പറ്റി. ഇപ്പോൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഞാൻ പറഞ്ഞതാണ്, അതുപോലും ആൾക്കാർക്ക് പറ്റിയ അബദ്ധമാണ്, മനഃപൂർവ്വം ചെയ്തല്ല. ഓക്കെയാണ്, ഇത്രേ പറയാനുള്ളൂ. മറ്റുള്ളവർ അങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളത് ചെയ്യരുത്. തെറ്റ് തന്നെയാണ് അല്ലേ? എനിക്ക് പൈസയെക്കാട്ട് ഞാൻ ആൾക്കാരിനെ ആഗ്രഹിക്കുന്ന സ്നേഹം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ആ സ്നേഹം ഇവർ പറഞ്ഞ സിമ്പതിയാണ്. സിമ്പതി അത്ര മോശമായ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സിമ്പതി ഇല്ലെങ്കിൽ എമ്പതി ഇല്ല. സിമ്പതി ഇല്ലെങ്കിൽ എമ്പതി റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ആ സിമ്പതിക്കൊരു സത്യമുണ്ട്. ഇപ്പം എനിക്കിടക്ക് ആ വിഷമം വന്നിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സിമ്പതിയുടെ പുറത്താണ്. ഞാൻ എത്ര നാളിൽ കേൾക്കാൻ തുടങ്ങിയിട്ടാ. നിങ്ങളുടെ ഒരു വീഡിയോ 90K പോയത് ഞാൻ വളർത്തിക്കൊണ്ടിരുന്ന എന്നിലൂടെ വന്ന വീഡിയോക്കാർ, ഓൺലൈൻ വീഡിയോക്കാർ പോലും എന്നെ തഴയാൻ തുടങ്ങി. ഓൺലൈൻ പല മീഡിയക്കാർ തഴയാൻ തുടങ്ങി. അപ്പോൾ തഴഞ്ഞപ്പോൾ എനിക്ക് അസൂയല്ല തോന്നി, എനിക്ക് വിഷമം തോന്നി. കാരണം നമ്മളെ ഒരു കാലത്ത് പ്രൊമോട്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അത്രയ്ക്ക് ഡൗൺ ആയ അവസ്ഥയിലാണ് ഇങ്ങനെ സംഭവം ചെയ്തത്. പക്ഷെ അത് ചെയ്ത കാര്യം കൂടിപ്പോയി. ഈ പിറകിൽ ചെയ്ത പോലെ കള്ള കല്യാണോ അങ്ങനത്തെ പറ്റി ചെയ്തെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലേ? കുറച്ച് കൂടിപ്പോയി. ഓക്കെ, വളരെ കൂടിപ്പോയി. ഒരു കാര്യം മനസ്സിലാക്കണം, അണ്ണനെയും സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇല്ലേ? ഇങ്ങനെ 50-50 ആണ്. ഓക്കെ, ആയിക്കോട്ടെ. ആ 50 ഇല്ലേ അണ്ണ? 50 ഇല്ലേ? അവർ ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അണ്ണന് വയ്യാന്ന് പറഞ്ഞപ്പോൾ എത്ര ആൾക്കാരാണ് അണ്ണനെ കമന്റ് ചെയ്തത്? പോസിറ്റീവായിരുന്നു. അണ്ണനെ ചീത്ത വിളിച്ചു കമന്റ്സ് മുഴുവൻ പോസിറ്റീവായിരുന്നു. ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിരുന്നു, ഇപ്പം ഞങ്ങൾ സോറി പറയുന്നത് പറഞ്ഞു. ഇപ്പൊ അവരെല്ലാവരും ശത്രുക്കളായി. ചീറ്റർ പോലെയായി. തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും വലിയ ആൾക്കാർ പറഞ്ഞ ക്വാളിറ്റി ജെന്യൂനിറ്റി ആയിരുന്നു. അതാണ് പിന്നെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു. ഇത്രയും അറിവുള്ള ഒരു അണ്ണൻ, ഇത്രയും ഞാൻ അണ്ണനെ സാറേന്നാണ് വിളിച്ചിരുന്നത് ആദ്യം. അതെന്താ വെച്ചാൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് നമ്മളെല്ലാം റെസ്പെക്ട് ചെയ്യണം. ഇത്രയും അറിവ് മലയാളികളുടെ ഒരു ക്വാളിറ്റിയാണ്. മലയാളികൾ എഡ്യൂക്കേഷന് വാല്യൂ കൊടുക്കുന്നുണ്ട്. അതെ, ഇത്രയും അറിവും വിവരമൊക്കെ ഉള്ള അണ്ണൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സാധനം ആരും പ്രതീക്ഷിച്ചില്ല. കാരണം നിങ്ങൾ ഇങ്ങനൊരു നുണ പറഞ്ഞ് നിങ്ങൾ പലതും ജെനുവിനായിട്ട് പറയുന്ന വിശ്വസിക്കുന്ന ആളുകൾ കുറച്ചുണ്ടായിരുന്നു. കള്ളം പറയാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞത്. ഇതറിയാതെ പറഞ്ഞേക്കുന്നത് എനിക്ക് സാധാരണ കള്ളം പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇഫ് ഐ ടെൽ എ ലൈ എൻ്റെ മനസ്സിൽ തന്നെ ഒരു കുറ്റബോധം വരും. കാരണം എൻ്റെ കൂടെ നടക്കുന്ന ആൾക്കാർ ഇപ്പം എനിക്കത് വിഷ്ണു കൊച്ചിക്കാരനും മായും മൂവാറ്റുപോയി ഇവരെല്ലാം എനിക്കത് സംസാരിച്ചു കണ്ടു. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഈ ക്യാൻസർ വന്നു എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഒരു പണപ്പിരിവും കൂടി നടത്തിയിരുന്നു. അതായിട്ട് എനിക്കൊരു ബന്ധമില്ല. അതങ്ങനെ നടത്തിയിരുന്നു പറയുന്നുണ്ടായി. എന്നോട് പലരും പറഞ്ഞത് ഇവർ മായും മൂവാറ്റുപോയി ഇങ്ങനത്തെ ആൾക്കാർ ചെയ്തതെന്ന് പറയണം. ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഒരിക്കലും ചെയ്തിട്ടില്ല. പണം മാനിപ്പുലേഷൻ ഒരിക്കലും ചെയ്തിട്ടില്ല. അല്ല, ഈ മാഹിൻ മൂവാറ്റൂർ ഇവരൊക്കെ അങ്ങനെ ചെയ്തെന്നാണ് ന്യൂസ് വന്നു. ആറാട്ടൻ ഇതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയെന്ന് ആര് വിളിച്ചു പറഞ്ഞു? മനോരമ ന്യൂസിൽ വന്നു. മനോരമ ഓൺലൈൻ ന്യൂസിൽ വന്നു. ആറാട്ടൻ എൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തി. എന്തിനാണ് ഇല്ലാത്ത കാര്യം ഇവരെല്ലാം സാറ്റലൈറ്റ് മീഡിയ കുറച്ച് ഇവരെന്തിനാണ് ഇല്ലാത്ത കാര്യം പറയുന്നത്? അണ്ണാ ഞാൻ പറയട്ടെ, ഓരോ ടൈമിൽ ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്നോട് അണ്ണൻ പറഞ്ഞത് അഭിലാഷ് ആട്ടയും ശരിയല്ല എന്നാ അണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഇപ്പോഴത്തെ കാര്യമാണ് ഈ സിറ്റുവേഷനിൽ അഭിലാഷ് ആട്ട എൻ്റെ അടുത്ത് അഭിലാഷ് ആട്ട ജെന്യൂനാണ് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ പുള്ളി എന്നെ തള്ളി പറഞ്ഞില്ല. അതേ ഞാൻ പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ ആ കാര്യമാണ് അണ്ണൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, ഈ വിഷ്ണു കൊച്ചിക്കാരൻ അണ്ണന് വയ്യാന്ന് പറഞ്ഞപ്പോൾ വിഷമിച്ചുകൊണ്ടൊരു വീഡിയോയിലൊക്കെ വന്നില്ല. അവന് ഇത് കിട്ടാൻ ആ വീഡിയോ ഇടുന്നത് ഞാൻ അവനെ പോപ്പുലർ ആക്കാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അറിയോ? ഈ ഗേ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു. അവനെങ്ങനെ അങ്ങനെ പോപ്പുലർ ആണ്. എൻ്റെ അവനിപ്പോൾ പറയുന്ന ഞാനും അവൻ അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത ഒരു മിനിറ്റ് അവൻ ഗേ ആന്ന് പറഞ്ഞ വീഡിയോ ഇട്ടോ. വെറുതെ അവന് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. അവൻ അങ്ങനെയും പോപ്പുലർ ആയിട്ട് വെച്ചാൽ ഇപ്പം അവൻ പറയുന്നത് ഞാൻ മാറ്റി പറയാണ്. ഒരുപാട് കള്ളം പറയുന്നുണ്ട്, ഒരുപാട് കള്ളം വിശ്വസിക്കാനും പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇങ്ങനത്തെ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പാടില്ല. ഇവരെ ആരും വീട്ടിൽ പോലും കയറ്റാൻ പാടില്ല. ഞാൻ ഒരു മനുഷ്യത്തിൻ്റെ പേരിലാണ് ഇവരെല്ലാം കയറ്റിയത്. മനുഷ്യത്തിൻ്റെ ഇപ്പം ഏതോ ഇന്റർവ്യൂവിൽ ആര് പറയുന്നു, ഈ ആറാട്ടൻ്റെ വീടാണ് ഈ അധോലോകത്തിൻ്റെ കേന്ദ്രമാണ്. എൻ്റെ മുകളിൽ വന്ന് താമസിച്ചിട്ടില്ല രണ്ടുപേരാ. ഈ അഭിലാഷ് ആട്ടയും പെരേരയും എല്ലാം വന്ന് താമസിച്ചിട്ടുണ്ട്. അവിടെ രാത്രി വന്ന് താമസിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടാണ് ഇവർ എനിക്ക് പണി വെക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ ടിക്കറ്റ് ഞാൻ എടുത്ത് കൊടുക്കണം, പെട്രോൾ അടിച്ചു കൊടുക്കണം,
ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം, എല്ലാം ചെയ്തിട്ട് നമ്മൾ തള്ളിപ്പറയാം. ഇതിൽ നിന്ന് അണ്ണൻ എന്താ മനസ്സിലാക്കി? ഞാൻ ജെന്യൂൻ അല്ലാത്ത ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്തു. ജെന്യൂൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ ഫാദറിൽ ജെന്യൂൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്തു. എനിക്ക് ജെന്യൂൻ അല്ലാത്ത ഇപ്പോൾ നമ്മുടെ ലെൻസുമാരുടെ ലാലേറ്റർ ഒരുപാട് അനുഭവമുണ്ട്. പണ്ടല്ല ഒരുപാട് പേര് ജൂനിയർ ആർട്ടിസ്റ്റിനെ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് പേര് പുള്ളി പഠിച്ചിട്ടുണ്ട്. നമ്മൾ ജെന്യൂൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാൻ ജെന്യൂൻ അല്ലാത്ത എനിക്ക് എന്താ അറിയില്ല, എനിക്ക് പല ആൾക്കാരും പിന്നീട് മനസ്സിലാവരെ ഞാൻ എല്ലാവരോടും സെൻസറായി. പക്ഷെ ഇവരാരും എന്നോട് സെൻസറല്ല. ഓക്കെ, എനിക്ക് സിൻസറായിട്ട് ഫ്രണ്ടില്ല. ഫിനാൻഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യാം. സിൻസറായിട്ട് ഫ്രണ്ട് എനിക്കില്ല. കാരണം ഇപ്പോൾ ഈ വിശ്വസ് ചേട്ടൻ എൻ്റെ ഒപ്പം വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, യൂസ് ചെയ്യുക. അന്ന് ഞാൻ ആരില്ലല്ല കാരണം വളരെ സിൻസിയറായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഞാൻ കാണിക്കുന്ന സിൻസിയറായിട്ട് ഇവരാരും കാണിക്കുന്നില്ല. ഓക്കെ, അണ്ണന് ശരിക്കും ഇപ്പോൾ ഈ കിട്ടിയ ഫെയിം ഇതെല്ലാം വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഫെയിം ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ ഉദ്ദേശിച്ച ഫെയിം ഈ ഫെയിം അല്ല. ഒരു കോമാളി ആരിതല്ല. ഞാൻ ആഗ്രഹിച്ച ഫെയിം ഒരു ഇൻ്റലക്ച്വൽ ഫെയിമാണ്. ഒരൊറ്റ ഒന്ന് ഇൻട്രാക്ട് ചെയ്തോട്ടെ. കോമാളി അല്ലെങ്കിൽ അണ്ണൻ പല കോമാളിത്തരം കാണിക്കുന്നുണ്ടെന്ന് അണ്ണൻ അറിയാം. കാണിപ്പിച്ചതാണ് ഞാൻ ചെയ്യാത്ത പലതും. മീഡിയ വളച്ചു കൊടുച്ചിട്ടുണ്ട്, പലതും വളച്ചു കൊടുച്ചിട്ടുണ്ട്. പെരേര മണപ്പൂർവ്വമാണ് കാണിക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഈ ഒരു കാര്യമാണ്. അണ്ണന്റെ വൈകുന്നേരങ്ങളിലെ ലൈവുകൾ പലതും കോമാളിത്തരമാണ്. അത് എന്ന് നടത്തിയിട്ടാണ്, ഇപ്പൊ നടത്തുന്നില്ലല്ലോ. ഇപ്പൊ എത്ര നാളായി, ദിവസമല്ലായിട്ടുള്ളൂ. അണ്ണൻ ബിഗ് ബോസ് കാണാറുണ്ടോ? ബിഗ് ബോസ് ഞാൻ റെഗുലർ കാണാറില്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന ഇപ്പോൾ ലക്ഷ്മി അല്ല എൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ പറഞ്ഞാൽ അനീഷ്, ഇവരെല്ലാം എൻ്റെ ഫ്രണ്ട്സ്. അനീഷിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്നെക്കുറിച്ച് എനിക്ക് വേണ്ടി പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. എനിക്ക് വേണ്ടി പലപ്പോഴും എനിക്ക് വേണ്ടി സംസാരിച്ചിട്ട് പറഞ്ഞു. പേഴ്സണലായിട്ട് എനിക്കറിയില്ല. സാരിക എനിക്കറിയായിരുന്നു, രേണുസുതി, ഇവരെല്ലാം എനിക്ക് അറിയാവുന്നതാണ്. അനീഷ് അപ്പോൾ ഇപ്രാവശ്യം കപ്പടിക്കാൻ സാധ്യതയുണ്ടോ? അനീഷ് എനിക്ക് തോന്നുന്നു അനുമോൾ അടിക്കാനേ സാധ്യതയുള്ളൂ. അവർക്ക് അടിക്കാൻ സാധ്യത. ഞാൻ ഇതങ്ങനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാറില്ല. രേണുസുതിയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ രേണുസുതി ഇറങ്ങിപ്പോയല്ലോ. അനുമോള് കപ്പടിക്കാൻ സാധ്യത. പക്ഷെ അനീഷൊക്കെയാണ്, അനീഷിനോടാണ് കുറച്ച് പേഴ്സണൽ അറ്റാച്ച്മെന്റ് ഉള്ള. അനീഷിനോടാണ്, പുള്ളിയൊക്കെ ജെന്യൂൻ ആളാണ്, ജെന്യൂനാണ്. അപ്പം നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പോൾ അദ്ദേഹം വരട്ടെ. പക്ഷേ പൊതുവേ ബിഗ് ബോസിൽ പോകാനെ കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായമില്ല. നെഗറ്റീവായിട്ട് തോന്നിക്കണം. എന്നാലും ഒറ്റ വാക്കി പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ വേണ്ടി ശബ്ദിക്കാനുള്ള ഒരാൾ ബിഗ് ബോസിൽ ഉണ്ടെങ്കിൽ അത് അനീഷാണ്. നമുക്ക് തകർക്കാം, നമുക്ക് നോക്കാം. ഞാൻ അറിയാത്ത കുറെ ആൾക്കാരുണ്ട് ബിസിനസ്സായിട്ട്. നമുക്ക് നോക്കാം ആരാണ് കപ്പടിക്കണേ നമുക്ക് നോക്കാം. എന്തായാലും അണ്ണന് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു? ഞാൻ വിളിച്ചാലും പോലും. കാരണം രണ്ട് കാര്യം എനിക്ക് വാർത്തയിൽ മുഴുവൻ രണ്ട് കാരണം കൊണ്ട് ഞാൻ പോകാത്ത. ഞാൻ ഇതുവരെ അപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് PhD ബ്രേക്ക് എടുക്കാൻ പറ്റില്ല. രണ്ട് മദർ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഈ രണ്ട് കാരണം എനിക്ക് കൊണ്ട് പോകാൻ പറ്റില്ല. ഓക്കെ എന്തായാലും നമുക്ക് വരുന്ന. പിന്നെ എനിക്ക് വലിയ താല്പര്യമില്ല. ഇതിലെന്താ കുറച്ച് മണി കിട്ടും മാത്രമേ ഉള്ളൂ. പെരേര ബിഗ് ബോസിൽ പോകുന്നൊക്കെ എല്ലാവരും ഒരുപാട് സ്വപ്നം കണ്ട എല്ലാവരോടും പറയണ്ടായിരുന്നു. ഒരുപാട് സ്വപ്നം. ഒരു റൗണ്ട് കഴിഞ്ഞെന്ന് പറയുന്ന ഒരു റൗണ്ട് നേരത്തെ കഴിഞ്ഞാണ്. അത് ഏതോ പാലത്തിനടിയിൽ കൊണ്ടുപോയി വൈൽഡ് എൻട്രിൽ കയറും. അതല്ല, ബിഗ് ബോസിലേക്ക് പാലത്തിനടിയിൽ കൊണ്ടുപോയി ഓഡിഷൻ ചെയ്തതാരെ? വിഷ്ണു കൊച്ചിക്കാരനെ. ഇവരെല്ലാം ഭയങ്കര കോമഡി. ഇന്ന് തന്നെ ഇപ്പൊ കുറച്ചു മുമ്പ് ആ ടൈം വന്ന് കുറെ വീഡിയോസ് എടുത്തിട്ട് പോയിട്ടുണ്ട്. മുഴുവൻ കോമഡിയാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ജോലിയിൽ കഴിഞ്ഞ് വരുമ്പോൾ ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് ആണിത്. അല്ല, ഈ പാലത്തിന്റെ അടിയിൽ ഓഡിഷൻ നടത്തി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? എനിക്കറിയില്ല. പാലത്തിന്റെ അടിയിൽ എന്താ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. ഇവർ പറയട്ടെ, എന്തൊക്കെയോ പറയട്ടെ. ഈ ഒരു പാരലിനെസ് ഇത് തുടക്കം കുറിച്ച് ഞാനാണ് അറിയാതെ. ഇപ്പം എല്ലാവരും എന്നെക്കാട്ടും ആൾക്കാർ കുറ്റം പറയുന്നത് ബി ഉണ്ണികൃഷ്ണനെയാണ്. അയാളുടെ പുള്ളി ആറാട്ട് സിനിമ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ ഗതികേട് പോയി വന്നതാണ്. പുള്ളി ആറാട്ട് സിനിമ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ നാട്ടുകാർ പോയി കഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ടല്ല ഞാൻ വന്നത്. എന്നെ അനുകരിച്ചാണ് പെരേര വന്നത്. അത് കഴിഞ്ഞ് പിന്നെ ടൈഗർ അനുകരിച്ചിട്ടാണോ പെരേര പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു വർഷത്തോളം പുള്ളി എൻ്റെ ഇന്റർവ്യൂസ് എല്ലാം കണ്ട് പ്ലാൻ ചെയ്ത് വന്നതാണ്. പുള്ളി അവിടെ വന്നിട്ട് പുള്ളി പ്ലാൻ ഞാനൊന്നല്ല പുള്ളിയെ കൊണ്ടുവന്ന, പുള്ളി തന്നെ വന്നതാണ്. ഞാൻ ചെയ്തിട്ട് ഗുണം പറഞ്ഞാൽ പുള്ളിക്ക് ഒരു ഇന്റർവ്യൂ അറിഞ്ഞു കൊടുത്തു, പല ഇന്റർവ്യൂ. അപ്പോൾ പുള്ളി പറയാണ് ആറാട്ടിനെ വിളിക്കട്ടെ, അവനെ മാത്രം വിളിച്ചാൽ മതിയെന്ന്. അങ്ങനെ പറഞ്ഞ പാർട്ടിയാണ്. എന്നെ ഒഴിവാക്കി, സഹായിച്ചു. ചവിട്ടി കയറി, ആശാന്റെ നെഞ്ചത്ത് ചവിട്ടി കയറി. പുള്ളി എല്ലാം പ്ലാൻഡ് ആണ്, എവരിത്തിങ്. ഇപ്പൊ പുള്ളിയുടെ പ്ലാനിങ് നടക്കാതെ പോയത് ബിഗ് ബോസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നടന്നു. വൈറലാവണം എല്ലാം. നല്ല ബുദ്ധിയുണ്ടല്ലേ? ബുദ്ധിയാണ്, വക്രതയുണ്ട്. ശരിക്കും ബുദ്ധിയില്ല, വക്രത, ക്രൂക്കഡ്നെസ് ഭയങ്കരമാണ്. ഇപ്പൊ ക്രൂക്കഡ്നെസ് ആൾക്കാർ ബുദ്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. ഞാൻ പറയാം, ഇപ്പൊ രാജീവ് സമീപ ആള് IAS എല്ലായിടത്തും ടോപ്പറാണ്, IIT എല്ലാം ടോപ്പറായി. അപ്പൊ അയാൾക്കാണ് ബുദ്ധി, അല്ലെങ്കിൽ അയാൾ ഒതുക്കാൻ നോക്കിയ 10ാം ക്ലാസ്സോളം പാസ്സാത്ത രാഷ്ട്രീയക്കാർക്കാണ് ബുദ്ധി. ഇപ്പൊ പല ആൾക്കാർ വക്രതയാണ് ബുദ്ധി എന്ന് പറയുന്നത്. അത് ബുദ്ധിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. വക്രത ബുദ്ധിയാണെങ്കിൽ പെരേരയാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. പുള്ളി അതിൻ്റെ ആളാണ്. ഞാൻ പറയാം, ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങി അടുത്തൊരു കരുണാകരനോ മണ്ഡലാവേണ്ട ആളാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പോകേണ്ട ആളാണ്. കരുണാകരൻ്റെ പോലെ ഒരു ചാണക്യ ഈ
പെരേരനെ ഞാൻ പുള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ പുള്ളി പറഞ്ഞ കർണാടക രാഷ്ട്രീയത്തിൽ കയറാൻ ഞാൻ പറഞ്ഞു ഈ പോപ്പുലാരിറ്റി രാഷ്ട്രീയത്തിൽ കയറാൻ പറഞ്ഞു. പുള്ളി ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരൻ അയക്കുന്ന ഏറ്റവും ടോപ്പ് പൊസിഷനിലെത്തും. ആര് പെരേര ഉറപ്പാണ്. ഒരു മിനിസ്റ്റർ ലെവലിലേക്ക് എത്തുമോ? എന്ത് വേണമാവും. അത് മാത്രമല്ല ഖജനാവ് കാലിയാവും ചെയ്യും. പുള്ളി ഇവിടെ ഇന്റർവ്യൂവിന് പോയിട്ട് ഓരോരുത്തർ 50 രൂപ 100 രൂപ ഇതൊക്കെയാണ് ചോദിക്കുന്നത്. പുള്ളിക്ക് 50,000 വെച്ചാ കിട്ടണേ ഇന്റർവ്യൂവിനൊക്കെ. 50,000 രൂപ പുതിയ ഇൻഫർമേഷൻ ആണ്. പെരേര പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ഇന്റർവ്യൂവിൽ ഒരിക്കൽ ഞാൻ അത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. 25,000 ആയിട്ടുണ്ട്. ഭയങ്കര മണ്ടനാണല്ലോ. ഒന്നും വാങ്ങിക്കാതെ ഞാൻ ചെയ്യില്ല. ഞാൻ കൊടുത്തെന്നല്ലോ പറഞ്ഞത്. പെരേര പറഞ്ഞത് കല്യാണത്തിനും ഇനോഗ്രേഷനൊക്കെ പോയി കഴിഞ്ഞാൽ 25,000 രൂപ വരെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 50,000 വരുന്ന ആദ്യം പറഞ്ഞു. അതെ ഞാൻ 2 പ്രാവശ്യം വാ തുറന്ന കള്ളേ പറയുള്ളൂ. ഇതുകള ഒന്നും നല്ല സത്യം പറയില്ല. വാ തുറന്ന കള്ള പറയും. ഞാൻ ആദ്യമായിട്ട് കള്ളം പറഞ്ഞു. അണ്ണനും കള്ളമല്ലേ പറയുള്ളൂ. ഇപ്പൊ ക്യാൻസറിന്റെ ഇഷ്യൂ ആ ഒരു കള്ളം മാത്രം പറഞ്ഞു. ഒറ്റ കള്ളം പറഞ്ഞാൽ കള്ളം മതിയില്ലേ? അല്ലാതെ ഞാൻ കള്ളം പറയാറില്ല. വിഷം കരയ്ക്കൂലേ? അത് ഭയങ്കരമായിപ്പോയി. ഒരു കള്ളം ഇപ്പൊ എന്നാ പറ്റും, ഒരു ബക്കറ്റ് പോയി വെള്ളം ഉണ്ടെങ്കിൽ അത് ഒരു തുള്ളി വിഷമായിട്ട് പോയാൽ പോയില്ല. അതാണ് ഇപ്പൊ സംഭവിച്ചത്. എന്തായാലും ആൾക്കാരെല്ലാം തിരിഞ്ഞു വരട്ടെ. അണ്ണ ലോക സിനിമ ഇപ്പൊ 1 ഹിറ്റ് ആയിക്കാണ്. ലോക സിനിമയെ കുറിച്ച് അണ്ണൻ എന്താണ് അതിന്റെ ക്രെഡിറ്റ് അല്ല ഇപ്പൊ റീമാ കളിക്ക് പറയുകയോ അല്ലെങ്കിൽ റീമാ കളി പറയുന്നോ ഞങ്ങളുണ്ടാക്കിയ സ്പേസ് ആണ്. അത് ശരിയാവാം. അതല്ല, അതിനെക്കാട്ടുള്ള മെയിൻ ഫാക്ടർ പറഞ്ഞു. ഇപ്പോൾ വിജയ് ബാബു പ്രൊഡ്യൂസറിന് അയാൾ പ്രൊഡ്യൂസറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ഇതൊന്നുമല്ല, ആ സിനിമയിൽ വർക്ക് ചെയ്ത പ്രൊഡക്ഷൻ ബോയ് ഉൾപ്പെടെ എല്ലാവർക്കും ക്രെഡിറ്റ് ഉണ്ട്. വേറെ പറഞ്ഞു ഡയറക്ടറിന്റെ പേര് ആരും പറയുന്നില്ല. ഡൊമിനിക് അരുൺ എനിക്ക് പോലും അറിയില്ല. ഇയാൾ പറഞ്ഞപ്പോ എല്ലാവർക്കും ക്രെഡിറ്റ് ഉണ്ട്. സിനിമ പറഞ്ഞാൽ ടീം വർക്കാണ്. അതല്ല, ഒരു പ്രൊഡക്ഷൻ ബോയ് ലൈറ്റ് ബോയ് ഉൾപ്പെടെ എല്ലാവർക്കും ക്രെഡിറ്റ്. അത് ഒരാൾക്ക് മാത്രം പറയാൻ പറ്റില്ല. അപ്പൊ പലരും പറയുന്നത് ഞങ്ങൾ ഒരുക്കിയ വഴിയിലൂടെ കയറി വന്ന സിനിമയാണെന്നൊക്കെ പലരും പറഞ്ഞു. വളരെ മോശമായി പോയി. അങ്ങനെ പറയാൻ പാടില്ല. ഈ WCC ശരിയാണ്. പക്ഷെ WCC എന്തുകൊണ്ട് പാർവതി പറയുന്നില്ല? ആരാണ് അവരെ കാസ്റ്റിംഗ് വെച്ച് അപ്രോച്ച് ചെയ്ത് പറയുന്നില്ല. അതിന് കാരണം അവർ പറഞ്ഞ ജീവനോട് ഇരിക്കില്ല എന്ന് പറയുന്നത്. ഇപ്പം അവരിൽ ഒതുക്കി പോയിട്ടുണ്ട്. WCCയുടെ കുഴപ്പമാണ്. ഇപ്പം ഒരു ഏതൊരു ഫിലിമിന് പാർവതി തിരുവോത്തും പൃഥ്വിരാജ് എല്ലാം കുറച്ച് ഉഴപ്പി നടന്നുകൊണ്ട് ആ സിനിമ ഭയങ്കര ലോസായി. ആ സംഭവം അവരെടുത്ത് അവർക്ക് വേണ്ട ടോപ്പിക് അവർക്ക് പുരുഷവിരുദ്ധയെ കാണിക്കുന്നത്. എനിക്ക് ഏറ്റവും ജെന്യൂൻ തോന്നിയത് സാന്ദ്ര തോമസ് ആണ്. അവർ വളരെ ജെന്യൂൻ ആണ്. അവരാണ് ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്നത്. അവർ വളരെ ജെന്യൂൻ ആണ്. അവർ മമ്മൂക്കയുടെ അടുത്ത് പോലും പറയേണ്ടി പറഞ്ഞു. അവർ വളരെ ജെന്യൂനായ ആളാണ്. വേറെ ആദ്യത്തെ ജെന്യൂനായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ തോന്നുന്നില്ല. അണ്ണൻ എത്രത്തോളം ബുക്കുകൾ വായിച്ചിട്ടുണ്ട്? എനിക്ക് വായനയുണ്ട്. 2000 ബുക്കുകൾ കളക്ഷൻ ഉണ്ട് എൻ്റെ എല്ലാം. 2000 ബുക്കുകൾ. വായനയെക്കാട്ടും കൂടുതൽ ചിന്തയുണ്ട്. വായനയും ചിന്തയാണ്. എനിക്ക് ചിന്തിക്കാനാണ് കൂടുതൽ ഇഷ്ടം. വായനയുണ്ട്. ഇത് രണ്ടും വേണം. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ സമൂഹത്തിൽ ഏറ്റവും അപകടകാരിയാണെന്ന് തോന്നുന്ന ഒരു സംഭവം എന്താ? റിലീജിയൻ ആണ്. ഈ റിലീജിയൻ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ റിലീജിയനെക്കാട്ടെല്ലാം പറയണം കോർപ്പറേറ്റ് ആണ് റിലീജിയൻ, സ്പിരിച്വാലിറ്റി, സോഷ്യൽ സർവീസ്, എല്ലായിടത്തും എല്ലാ ഫീൽഡിലും അവരാണ്. അവർക്ക് ഇപ്പോൾ വരുമ്പോൾ കുഴപ്പം പറഞ്ഞാൽ എത്തിക്സ് ഇല്ലെങ്കിൽ പ്രശ്നമാവും. അതാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൽ പറഞ്ഞ എത്തിക്സ് ആണ് ആദ്യം വേണ്ടത്. ഈ പല കോർപ്പറേറ്റിന് എത്തിക്സ് ഇല്ല. ഒരു എക്സാമ്പിൾ എല്ലാ ഫീൽഡിലും പറയാമോ? ഒരു ഫീൽഡിൽ എത്തിക്സ് ഇല്ല. പണ്ട് സിനിമ ഫീൽഡ് മാത്രം മോശം പറഞ്ഞാൽ എല്ലാ ഫീൽഡും മോശമാണ്. മെഡിക്കൽ ഫീൽഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തൊക്കെയാണ് ഫാർമസ്യൂട്ടിക്കൽ ലോബി? എത്ര അസുഖങ്ങൾ അവരുണ്ടാക്കുന്നു? അവർ എത്ര ബില്യൺസ് റുപ്പീസ് ഉണ്ടാക്കണം? നമുക്ക് ഒരു മരുന്ന് കഴിച്ചാൽ അത് ഇപ്പോൾ പ്രഷറിന് മരുന്ന് കഴിച്ചാൽ ജീവിതകാലം മുഴുവൻ കഴിക്കുകയാണ്. ക്യൂറില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്യൂർ ചെയ്താൽ എന്താ? പിന്നെ ആരും അത് കഴിക്കില്ല. അഡിക്ഷൻ വരുന്നുണ്ട്. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? ഇന്നിപ്പോൾ സ്പേസ് റിസർച്ചാണ് കൂടുതൽ തന്നെ മെഡിക്കൽ റിസർച്ചാണ്. റിസർച്ച് നടന്നിട്ട് എന്ത് കാര്യം? ഇവർ ഈ ഫാർമസ്യൂട്ടിക്കൽ ലോബി ഇത് മുഴുവൻ കവർ ചെയ്യാണ്. അമേരിക്കയിലെ ഫാർമസ്യൂട്ടിക്കൽ ലോബി ഭയങ്കരമാണ്. ഇവർക്ക് എവിടെയോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആ കൺസേൺഡ് ഓർഗനിൽ 5% വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സ്പ്രെഡ് ബാക്കി വേറെ ഓർഗൻസിൽ പോയിട്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ അത് റിസർച്ച് നടക്കുക. ടാർഗറ്റഡ് ഡ്രഗ് തെറപ്പി പറയണത് ഒരു കൺസേൺഡ് ഓർഗനിൽ ഇടുമ്പോൾ അവിടെ തന്നെ എത്താൻ നോക്കുക. അതുകൊണ്ടാണ് സൈഡ് എഫക്റ്റ് വരുന്നത്. 80-85 വയസ്സിലെ ആൾക്കാരെല്ലാം മരുന്ന് കഴിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. അണ്ണന്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള 3 നടന്മാരുടെ പേര് പറഞ്ഞു. 1 മോഹൻലാൽ, 2 പ്രകാശ് രാജ്. മലയാളത്തിൽ 3 പേര്. മോഹൻലാൽ കഴിഞ്ഞ ആസിഫ് അലി. എല്ലാവരും ഫാദറിന്റെ പേര് പറഞ്ഞു. എനിക്ക് ആസിഫ് അലിയെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? നല്ല എക്സ്പ്രഷൻസ് ആണ് ആസിഫ് അലിക്ക്. ആസിഫ് അലി നല്ലൊരു മനുഷ്യനും നല്ലൊരു നല്ല ഒരു ആക്ടറായിട്ട് എനിക്ക് തോന്നിക്കുന്നത്. എല്ലാവരും ഫാദർ പറയും. ഫാദർ ചെയ്യുന്ന മെയിൻലി സൈക്കോ, നെഗറ്റീവ്, അതൊക്കെയാണ്.
ഈ ആസിഫ് അലി ഒരുപാട് നല്ല എക്സ്പ്രഷൻസ് നന്നായിട്ട് വരുന്നുണ്ട്. ഇനി ഒരാളാരാ പിന്നെ ഇവിടെ ഞാൻ പറ്റി ഇവിടെ ഇപ്പോൾ മമ്മൂക്ക എടുത്താലും ദിലീപ് എടുത്താലും പൃഥ്വിരാജ് എടുത്താലും ബോളിവുഡ് ആക്ടേഴ്സ് എടുത്താലും കമലഹാസൻ എടുത്താലും ഇവരെല്ലാം മെത്തേഡ് ആക്ടിങ് ആണ്. ഫാസ്റ്റ് മെത്തേഡ് ആക്ടിങ് ആണ്. മെത്തേഡ് ആക്ടിങ് നാച്ചുറൽ രണ്ടും ഉള്ള ഏക ആൾ മോഹൻലാലാണ്. ലാലേട്ടൻ ഫാനാണ്. ലാലേട്ടൻ ഫാനെന്നല്ല, പഴയ ലാലേട്ടൻ, പണ്ടത്തെ ലാലേട്ടൻ. ഇപ്പോഴത്തെ ലാലേട്ടൻ എനിക്ക് യോജിപ്പില്ല. പഴയ 80s 90s പുള്ളി ചെയ്യാത്ത കഥാപാത്രവും ഇല്ല. അതെ, തീർച്ചയായിട്ടും. അത് ഇപ്പോൾ അതിൽ പോയി. ഇപ്പോൾ വരും സ്റ്റാർഡമാണ്. ഈ ന്യൂ ജനറേഷനിലെ ഒരു നല്ലൊരു ഡയറക്ടർ ആരാ മലയാളത്തിലെ? ഇപ്പൊ ലിജോ ആണ്. പണ്ട് KG ജോർജ് ആയൻ. ലിജോ ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. ഇവൻ അടൂർ ഗ്രേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പുള്ളി ഒരേ ടൈം മൂവീസാണ് എപ്പോഴും ചെയ്യുന്നത്. പുള്ളി അതുകൊണ്ട് നാഷണൽ അവാർഡും കിട്ടും. പുറത്ത് പോയിട്ട് ഫിലിം ഫെസ്റ്റിന് രൂപയുണ്ടാകും. ഇതാണ് ജെനുവൻ. ജോൺ അബ്രഹാം ആണ് പണ്ടൊരാളുണ്ടായിരുന്നു, 86 മരിച്ചു പോയ ഡയറക്ടർ. അവരൊക്കെയാണ് അന്നല്ല, അതല്ല മൈത്രിയും പറഞ്ഞ പണ്ടല്ല മോഹൻലാൽ ഉള്ളത് കൊണ്ട് സിനിമ കാണാൻ പോയിട്ടുണ്ട്. ഇപ്പം മോഹൻലാൽ ഉള്ളതുകൊണ്ട് സിനിമ കാണുന്നത്. കാരണം പണ്ടല്ല ഇവർ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ട ആൾക്കാരാണ് കാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ തിരിഞ്ഞു. ഇപ്പോൾ ഒരു സ്റ്റാറിനെ വെച്ച് സ്റ്റാറാണ് തീരുമാനിക്കുന്നത് ഡയലോഗും മറ്റേ ദിലീപ് ചെയ്യുന്ന അങ്ങനെയാണ്. പല ഡയലോഗ് തിരുത്തുകയാണ്. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം വരുന്നത്. ഇവർ ഏറ്റവും മെയിൻ ആൾ ഫിലിം മേക്കർ, അവരാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് ഫ്രീഡം കൊടുക്കണം. അങ്ങനെ അതിന് പണ്ട്. ഇപ്പം അത് പോയി. ഇപ്പോഴും മലയാള സിനിമ ഉപയോഗിക്കാത്ത, മര്യാദയ്ക്ക് വേണ്ട വിധം ഉപയോഗിക്കാത്ത ഒരു നടനാരാ? ഞാൻ പറയാം മോഹൻലാൽ എന്ന് പറയുള്ളൂ. മോഹൻലാൽ തന്നെ പറയും. ഇനിയും പുള്ളിക്ക് ഇനിയും ഉപയോഗിക്കാത്ത യങ്സ്റ്റേഴ്സ് പറയും ഇന്ദ്രജിത്ത് നല്ലത് നടനാണ്. സിദ്ദിഖ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സിദ്ദിഖിൻ്റെ കഴിവ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇന്ദ്രജിത്തൊന്നും ഉപയോഗിക്കുന്നില്ല. മനോജ് K ജയൻ, നെടുപിടി വേണു പിന്നെ കുറച്ച് നെടുപിടി വേണു പണ്ട് കാസ്റ്റായി, ഒരു വയസ്സനോൾ ടൈപ്പ് കാസ്റ്റായി. ഇപ്പോൾ ഏറ്റവും വ്യത്യസ്തമായ റോൾസ് ചെയ്യുന്ന സിദ്ദിഖാണ്. ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ആസ് എ ആക്ടർ പുള്ളി സൂപ്പറാണ്. ഓക്കെ, അടിപൊളി. അണ്ണൻ അഭിനയിക്കാൻ താല്പര്യം? ഇപ്പോൾ ഈ മെയിൻ റോൾ ചെയ്യുന്നതിനെക്കാട്ടും സ്വഭാവ നടന്മാർക്കാണ് ഏറ്റവും കൂടുതൽ റോൾ കിട്ടണം. പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രജിത്തിനാണ് ഏറ്റവും, കാരണം സ്വഭാവ നടന്മാർക്കാണ് അവർക്ക് സ്റ്റാർഡും ഇല്ല, പക്ഷെ അവരാണ് ഏറ്റവും നല്ല റോൾസ് ചെയ്യുന്നത്. പണ്ട് നെടുപിടി വേണു, ഇപ്പോൾ സിദ്ദിഖ്, ഇന്ദ്രജിത്ത്, ഇവരല്ല. പൃഥ്വിരാജ് ഞാൻ കാണും ഓൺലി കുറേ അഗ്രസീവ് റോൾ, ആക്ഷൻ, ഇതൊക്കെ ഉള്ളൂ. പൃഥ്വിരാജ് ഒരു ക്രിയേറ്റിവിറ്റി പോലും ഇല്ല പുള്ളി. കാരണം പുള്ളി സ്ക്രിപ്റ്റിലുള്ള മാത്രം പുള്ളി ചിത്രീകരിക്കുന്നതും ചെയ്യുന്നതും. ഇപ്പോൾ ജഗതിയെ പോലെ കയ്യിലൊന്നും ഇട്ടില്ല, ഇംപ്രവൈസേഷനില്ല. പിന്നെ പുള്ളിക്ക് സിനിമയുടെ ടെക്നിക്സ് അല്ല, പക്ഷേ ആ ആക്ടറൊന്നും വലിയ ആക്ടറായിട്ട് എനിക്ക് തോന്നുന്നില്ല. അണ്ണൻ കണ്ടതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? അതെൻ്റെ ഫാദറാണ്. ഞാൻ എൻ്റെ ഫാദറിനോട് പറയണല്ല, ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഞാനല്ല പുള്ളിയുടെ മുമ്പിൽ ബിഗ് സീറോയാണ്. പുള്ളി പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതായിരുന്നു. ഫാമിലിയിൽ എല്ലാ റെസ്പോൺസിബിലിറ്റീസ് എടുത്തു, എല്ലാ കാര്യവും ഒരുപാട് സാക്രിഫൈസ് നേച്ചർ, ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണ്. അത്രയും ക്വാളിറ്റി, അൺനോൺ ഗ്രേറ്റ് പേഴ്സൺ പുള്ളി. ഞാൻ ഇതാ പറഞ്ഞ സിനിമാ ഫീൽഡിലല്ല ഒരു കഴിവ്, ഈ സിനിമാ ഫീൽഡിൽ ആയിക്കോട്ട് മാത്രം ഫേമസ് ആൾക്കാരുണ്ട്. പക്ഷെ ചില ഫീൽഡിൽ ഫെയിം ആവാൻ പറ്റില്ല. എൻ്റെ ഫാദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഫാദറെ കൊണ്ട് പറയാനല്ല, ഈസ് അൺനോൺ ഗ്രേറ്റ് പേഴ്സൺ. ഒരുപാട് എക്സ്ട്രോണറി പല ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. ഈ വാസ് ഇൻ്റലിജൻറ്റ്, ബുദ്ധി ഉണ്ടായിരുന്നു, നല്ല മനസ്സുണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു, ബോധം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി അത്ര വലിയ ഭയങ്കര റിച്ച് ഫാമിലിയിലല്ല ജനിച്ചാൽ, പക്ഷെ പുള്ളി പഠിക്കാൻ ഭയങ്കര മുള്ളുണ്ടായി. അതിന് പുള്ളിയുടെ ഫാമിലിയുടെ സിസ്റ്റേഴ്സിനെ കെട്ടിച്ചു വിടുക, പേരൻസ് എല്ലാം ചെയ്തത് പുള്ളിയാണ്. ഈ വാസ് എ വെരി നൈസ് പേഴ്സൺ ആസ് വെൽ ആസ് അച്ചീവർ. ഒരുപാട് ക്വാളിറ്റീസ്. ഭയങ്കര ഇത്രയും പെയിൻ എടുക്കുന്ന മനുഷ്യനെ കണ്ടിട്ടില്ല, അത്രയും നല്ല ഒരു അച്ഛൻ്റെ മോനാണ് എൻ്റെ. അവിടെയാണ് എനിക്ക് വിഷമം. വർക്കിസ്റ്റാറിന്റെ മോൻ ഇങ്ങനെ അതിന് പറയുമ്പോൾ ഈ ട്രാൻസ്ജെൻഡർ കേസിൽ വരുമ്പോൾ പുള്ളിയെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരാ പറയുന്നത് വർക്കിസ്റ്റാറിന്റെ മോൻ ഇങ്ങനെ ആയല്ലോ എന്ന് പറയും. അവിടെയാണ് എനിക്ക് വിഷമം. അത് അണ്ണനെ തിരുത്തണ്ടേ? അതാണ് എനിക്ക് ഏറ്റവും അധികം വിഷമം വരുന്നത്. ആ പോയിന്റ് എൻ്റെ കയ്യിലല്ല ഇപ്പം. അണ്ണൻ്റെ കയ്യിൽ വരുത്താൻ പറ്റുമോ? അണ്ണന് വേണമെന്ന് വിചാരിച്ച അണ്ണൻ ഇപ്പം പറയുന്ന പല കാര്യങ്ങളും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ രസകരമായിട്ടാണ് അണ്ണൻ പറയുന്നത്. ആൾക്കാർ ഒരു കോമാളിയായി ചിത്രീകരിക്കണം. ഈ കോമാളിത്തരം മാറണമെങ്കിൽ അണ്ണൻ തന്നെ വിചാരിക്കും. ഈ കോമാളിത്തരം നിർത്തിയതാണ് കഴിഞ്ഞ 4-5 മാസം ചെയ്ത. അപ്പോഴേക്കും ഫീൽഡ് ഔട്ടായെന്ന് പറഞ്ഞു. റീച്ച് പോയി. അപ്പൊ അണ്ണൻ ഒരു അബദ്ധം കാണിച്ചു, അത് വൻ അബദ്ധമായി ഇല്ലേ? അണ്ണൻ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇൻട്രസ്റ്റ് കാണുമ്പോൾ എൻ്റെ റീച്ച് കുറയാണ്. കഴിഞ്ഞ 4-5 മാസമായിട്ട് ഞാൻ സംസാരിച്ചത് വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളാണ്. റീച്ച് കുറച്ച് കുറഞ്ഞാൽ ഈ പറയുന്ന പെരേരയ്ക്ക് ഈ ഡാൻസ് പഠിച്ചിട്ട് ഒരു ബുദ്ധിപരമായിട്ടാണ്. ഇന്നാൾ ഞങ്ങൾ മലപ്പുറത്ത് പോയപ്പോൾ ആര് പറഞ്ഞത് EMS സ്ഥലം പറഞ്ഞു. പുള്ളി പറഞ്ഞത് EMS കവിയല്ലേ. ഒരു വിവരവും ഇല്ല, ഒരു വിവരമില്ലാത്ത പാർട്ടി. പുള്ളിയൊക്കെയാണ് ആൾക്കാർ മുക്കി വെക്കുന്നത്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ 2 ഇപ്പോൾ MBA എടുക്കാൻ പോകുന്നു. പുള്ളി 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. ഇപ്പോൾ MBA എടുക്കാൻ പോവുകയാണ് പുള്ളി. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള പുള്ളി പറയുന്നത്. പുള്ളി എന്താണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ MA ഉണ്ട്.
ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ബുക്ക് വെക്കുന്നത്, മീഡിയക്കാർ പോലും. ഓക്കെ എന്നാ എന്തായാലും പുള്ളി പിന്നാലെ പറയാണ് ആറാട്ടന് PhD ഉണ്ട്, JRF ഉണ്ട്, നെറ്റ് ഉണ്ട്, എനിക്കും വേണം, അതുകൊണ്ട് ഞാൻ MBA ചെയ്തതാണ്. ആൾക്കാർ പറയും 12th പോലും കവർ ചെയ്തില്ല പറയണം. എനിക്ക് പുള്ളിയുടെ ഞാൻ അങ്ങനെ ആരും പുച്ഛിക്കാറില്ല, എക്കണോമിക്സ് അങ്ങനെ ഞാൻ എല്ലാവരും മനസ്സിലാക്കണം. പക്ഷെ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് പലരുടെ മനസ്സിലായി കണക്കാക്കി വീട്ടിൽ കയറ്റിക്കൊണ്ടാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ഓക്കെ. അപ്പം ഞാൻ ഇനി ബിസിനസ് കോച്ചിക്കാരും ആയിനാട് ഇവരായിട്ട് കോൺടാക്ട് വെക്കില്ല. കാരണം അവരാരാണ് മനസ്സിലായി. എനിക്കൊരു ബാഡ് ടൈം വന്നപ്പോൾ പിന്നിലും കുത്തുക ചെയ്ത. കാരണം നമ്മൾ പലതും കണ്ണുകൊണ്ട് കാണുന്നതേ വിശ്വസിക്കാൻ പാടുള്ളൂ. അണ്ണൻ്റെ പല നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുമോ? എംപെറിക്കലി ഗോഡ് ഇല്ല, ലോജിക്കലി ഉണ്ടെന്ന് പറയാം, ഇല്ലെന്നും പറയാം. നമുക്ക് കണ്ണുകൊണ്ട് എല്ലാം പറയാൻ പറ്റുമോ? നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ ഒരുപാട് ലിമിറ്റേഷൻ, പല സൗണ്ട് നമുക്ക് കേൾക്കാൻ പോലും പറ്റില്ല. 30 ഹെർട്സിനുള്ള 30 കിലോസ്, 20 ഹെർട്സിൽ 20 കിലോസ് കേൾക്കാൻ പറ്റുള്ളൂ. എല്ലാം നിങ്ങൾ കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഒരിക്കലും ബിലീവ് ചെയ്യില്ല. ദൈവം ഇല്ല, ദൈവത്തെ കാണാൻ പറ്റില്ല. ലോജിക്കലി ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. ഞാൻ തന്നെ കോയിച്ച ടേമാണ് ട്രാൻസ്ജെൻഡൽ അഗ്നോസ്റ്റിക്സ്. അത് പറഞ്ഞപ്പോൾ ഒരുത്തം പറഞ്ഞു ട്രാൻസ്ജെൻഡറാണ്. ട്രാൻസ്ജെൻഡർ അല്ല, ട്രാൻസ്ജെൻഡൽ. കാരണം നമ്മുടെ സെൻസിന് അപ്പുറത്താണ്. ഇപ്പം എല്ലാവരും സയൻസ് വെച്ച് ഗോഡ് ഇല്ലെന്ന് പറയാണ്. സയൻസ് പറഞ്ഞാൽ എംപെറിക്കലാണ്, കാണുന്ന വെച്ചാണ്. പക്ഷേ ഒരു സയൻസ് ഓർഗനൈസ് വെച്ചാൽ സയൻസ് വർക്ക് ചെയ്യണം. അന്ന് ബിയോണ്ട് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അഗ്നോസ്റ്റിക്സ് ശരിക്കും ബിലീഫാണ്. ഇവിടെ രവിചന്ദ്രൻ അല്ല റാഷണലിസം പറഞ്ഞ ദൈവം എന്ന് പറയുന്നത്. ഈ മൈത്രേൻ ഇവരെല്ലാം സ്യൂഡോ ഇൻ്റലക്ച്വൽ എനിക്ക് തോന്നിയാണ്. ദൈവം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. ഗോഡ് എന്ന് പറയുന്നതും മറ്റേ ഇല്ലെന്നും പറയുന്നതും ബയസ്ഡാണ്. ഞാൻ പേഴ്സണലി ബിലീവറാണ്, ഇന്റലക്ച്വലി അഗ്നോസ്റ്റിക് ആണ്, ഹ്യൂമാനിറ്റിയിലെ എത്തീസ്റ്റ് ആണ്. ഓക്കെ. അണ്ണൻ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ പറയുന്ന പോലത്തെ കാര്യങ്ങൾ വളരെ രസകരമായിട്ട് അണ്ണനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ അണ്ണൻ കുറച്ച് വീഡിയോയിൽ ഇട്ടുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്? ഒറ്റ കാര്യം അണ്ണൻ ഒരൊറ്റ കാര്യം പറയട്ടെ. അമ്മ എന്നൊരു ആൾ ജീവിച്ചിരിപ്പുണ്ട്. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ അമ്മയ്ക്ക് വിഷമമില്ലാത്ത രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അണ്ണൻ ചെയ്യാൻ ശ്രമിക്കുക, അത്രേ പറയുന്നുള്ളൂ. കാരണം അമ്മ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു അത്ര നാൾ സന്തോഷമായിട്ട് ജീവിപ്പിക്കുക. അമ്മയുടെ കാലം കഴിഞ്ഞ് എനിക്ക് ആരുമില്ല, പറയാം. അപ്പോൾ അണ്ണൻ്റെ കാലം കഴിഞ്ഞ് എനിക്ക് ആരുമില്ല. അപ്പോൾ അണ്ണൻ്റെ ഏറ്റവും വലിയൊരു കർമ്മം അതായിരിക്കണം, അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മേനെ സന്തോഷിപ്പിച്ച് നിൽക്കുന്നതായിരിക്കണം. അണ്ണൻ ജയിലിൽ പോയപ്പോൾ അമ്മ കരഞ്ഞില്ലേ? ഓരോ ദിവസവും നമ്മളെല്ലാവരും ആരൊക്കെ എത്ര ആൾ കൂടിണ്ടെന്ന് പറഞ്ഞാലും അമ്മയുടെ ഒപ്പം തന്നെ പറയുന്നത്, അമ്മയുടെ ഒപ്പം തന്നെ ആൾക്കാർ പറയും വർക്കിൽ സ്റ്റാറിന്റെ മകൻ, എൻ്റെ ഫാദറിന് വർക്ക് ചെയ്യാണ്, വർക്കിൽ സ്റ്റാറിന്റെ മകൻ ഇങ്ങനെയായെന്ന് പറയും. അതിലെനിക്ക് വളരെ രസമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. അണ്ണാ ഈ അണ്ണൻ ജയിലിൽ കിടന്ന ഓരോ ദിവസവും ആരൊക്കെ എന്തൊക്കെ കൂടെ ഈ ഇരിക്കുന്ന ഈ മീഡിയ പേഴ്സണായ ഞാൻ ഉൾപ്പെടെ അണ്ണനെ സപ്പോർട്ട് ചെയ്യുന്നത്, സംസാരിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു, ഇതൊന്നുമല്ല അമ്മ വിഷമിച്ചതിൻ്റെ അത്രയും ഒരിക്കലും വരില്ല, ഇല്ലേ? അമ്മയുടെ പ്രാർത്ഥനയുടെ അത്രയും ഒരാളും പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല, സ്നേഹിക്കില്ല. അതാണ് അമ്മ. അപ്പോൾ അണ്ണൻ ഇപ്പോഴും പറയുന്നത് അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവുന്ന കാര്യങ്ങളാണ് കുറച്ച് ചെയ്യാൻ ശ്രമിക്കുക, ഇല്ലേ? അതല്ലേ അണ്ണ ചെയ്യണ്ടേ? റീച്ചിനെക്കാട്ടും അണ്ണന് റീച്ചിനെക്കാട്ടും വലുത് അതല്ലേ വേണ്ടത്? റീച്ച് ഇന്ന് വരും, നാളെ പോവും. പക്ഷേ അമ്മ എത്ര നാൾ നമ്മളോട് അമ്മയുള്ള കാലം അത് സ്വർഗമാണ്. അത് അണ്ണൻ ഓർത്തോളണം. ഓക്കെ, നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക കേട്ടോ, ഒരുപാട് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. എനിക്ക് ഇത് തുടർന്ന് സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക്സ് പറയണം. ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഒരൊറ്റ കാര്യം കൂടി, നിങ്ങൾ ഉൾപ്പെടെ പലർക്കും എന്നെ കുറിച്ചുള്ള ഒപ്പീനിയൻ മാറിപ്പോയി. അതാണ് എൻ്റെ അബദ്ധം കൊണ്ട്, എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട്. അണ്ണൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്, അത് അണ്ണന് മനസ്സിലായി. അണ്ണനത് അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് അണ്ണൻ്റെ മര്യാദ. എനിക്ക് വളരെ കൂടിപ്പോയി. അപ്പോൾ അത് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, നല്ല രീതിയിൽ. ഈ അതിശുദ്ധൻ അതിദുഷ്ടന്റെ ഫലം ചെയ്യും പോലെയായി. എന്നെ കുറിച്ച് ആൾക്കാർ പറയുന്നത് അതാണ്, ഞാൻ ശുദ്ധനാണ് പറയുന്നത്. അതിശുദ്ധൻ അതിദുഷ്ടന്റെ ഫലം ചെയ്യും, അതാണ് നടന്നിരുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും അതെല്ലാം നമുക്ക് മാറ്റി വെച്ചിട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. നമുക്ക് ഈ മൂടിൽ നിന്നൊന്നും മാറാം. അണ്ണനെ ഒരു 3-4 കാര്യങ്ങൾ ഞാൻ അണ്ണനോട് അല്ലാതെ ചോദിക്കട്ടെ? ഓക്കെ. ഇപ്പം നമ്മുടെ ചുറ്റും നടക്കുന്ന പല ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, ഇപ്പം അണ്ണനോട് നമ്മുടെ ചുറ്റും കുറച്ച് ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട്. വളരെ ചെറിയ 1-2 കാര്യങ്ങളിൽ നമുക്കത് പറഞ്ഞു തീർത്താം. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബിഗ് ബോസിൽ ആദിൽ നൂറ എന്ന് പറയുന്ന ഒരു അറിയാലോ അവരെ? അറിയാം. ആ ഒരു അവരെക്കുറിച്ച് അവരംഗീകരിക്കാതെ സംസാരിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായി. ലക്ഷ്മി എൻ്റെ ഫ്രണ്ടാണ്, പക്ഷേ ഈ കാര്യം ലക്ഷ്മിയോട് യോജിക്കുന്നില്ല. പറഞ്ഞത് വളരെ മോശമായി പോയി. കാരണം ലാലേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. ഈ ഹോമോസെക്ഷ്വാലിറ്റി ആയാലും ഹൈപ്പർ സെക്ഷ്വാലിറ്റി ആയാലും ചിലർക്ക് സെക്ഷ്വാലിറ്റി കൂടുതലായിരിക്കും. ഇതെല്ലാം ഹോർമോണലാണ് സയൻറ്റിഫിക്കലി.
ചിലർക്ക് ഇത് കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും, ചിലർക്ക് ആവശ്യത്തിനായിരിക്കും. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ ഒരിക്കലും ഇൻസൾട്ട് ചെയ്യരുത്. ഇപ്പോൾ ഹോമോസെക്സ്വാലിറ്റി ആണെങ്കിലും ഹൈപ്പർ സെക്സ്വാലിറ്റി, ഇപ്പോൾ ചിലർക്ക് സെക്സ്വാലിറ്റി കൂടുതലാണെങ്കിൽ ഇവർ പറയും ഞരമ്പനാണ്, കഴപ്പ് കൂടുതലാണ്. അത് അവരുടെ ഒരു സയൻറ്റിഫിക്കലി ചിന്തിക്കുമ്പോൾ അവരുടെ ഒരു ഹോർമോണൽ പ്രോബ്ലമാണ്. അതിന് മെഡിക്കൽ സയൻറ്റിഫിക്കലി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഹോമോസെക്സ്വാലിറ്റി പറയുന്ന ആൾക്കാർ ഇവിടെ ഭയങ്കര ട്രീറ്റ്മെൻറ്റാണ്, റിലീജിയസ് ചിന്തിക്കുമ്പോൾ ഭയങ്കരമാണ്. പക്ഷേ കാനഡ പോലെ സ്ഥലത്തുള്ള ഭയങ്കര പ്രൊമോസാണ്. ഇത് രണ്ട് എക്സ്ട്രീമാണ്. ഇപ്പോൾ ലെസ്ബി പറഞ്ഞാൽ നോർമലൈസിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഇതൊരു നാച്ചുറൽ ഫിനോമിന അല്ല. കുറച്ചൊരു അബ്നോർമാലിറ്റി ഉള്ള ഒരു ഡൈവേഴ്സനാണ് ഈ ഹോമോസെക്സ്വാലിറ്റി. പക്ഷെ അവരെ ഒരിക്കലും നിങ്ങൾ ഇൽട്രീറ്റ് ചെയ്യരുത്. അവർക്കൊരു എട്രോ ആയി മാറാനുള്ള ചാൻസ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. ഓക്കെ. അതേപോലെയാണ് ഈ ഹൈപ്പർ സെക്സ്വാലിറ്റി. ചിലർക്ക് പ്ലേ ബോയ്സ് അല്ലെങ്കിൽ വുമണൈസേഴ്സ് പറഞ്ഞ ആൾക്കാർ അവരെ നമ്മൾ കളിയാക്കൽ ചെയ്യുന്നത്, അത് അവരുടെ വീക്ക്നെസ്സാണ്. പക്ഷെ ഇന്നിപ്പോൾ പല ആൾക്കാർ പറയുന്നത് ഒരു ആണുങ്ങൾ ചെയ്യുമ്പോൾ പൗരുഷവും പെണ്ണുങ്ങൾ ചെയ്യുമ്പോൾ മോശമാണെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ സെക്സ്വാലിറ്റി ഒരു ഹൈപ്പർ സെക്സ്വാലിറ്റി ഒരു വീക്ക്നെസ്സാണ്, അത് പൗരുഷമല്ല. ചിലർക്ക് അത് ഭയങ്കരമാണ്, ചില സെക്സിനോട് ഭയങ്കര അഡിക്റ്ററാണ്. അങ്ങനെ ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഇപ്പം തന്നെ പല ക്രൈം നടക്കുമ്പോൾ ക്രിമിനൽസിന് കൊടുക്കേണ്ടത് ട്രീറ്റ്മെൻറ്റാണ്, പണിഷ്മെൻ്റ് അല്ല. അപ്പോൾ അത് സയൻറ്റിഫിക് രീതിയിൽ കാണണം. ഓക്കെ. അപ്പോൾ ഇതിൽ ഇപ്പം ഈ LGBTQ ലെസ്ബി പറഞ്ഞതുകൊണ്ട് എനിക്ക് നോർമലൈസിനോട് യോജിപ്പില്ല. അത് കുഴപ്പമില്ല. പക്ഷേ അവർ വീട്ടിൽ കേട്ടില്ല എന്നുള്ള പറഞ്ഞത് വളരെ മോശമായിപ്പോയി. ഓക്കെ. ഇവരെ ഇൽട്രീറ്റും ചെയ്യരുത്, എന്നാൽ നോർമലൈസും ചെയ്യരുത്. ഇവരെ ഇൽട്രീറ്റ് ചെയ്യാതെ ഇവരെ അവരുടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് നോർമലാക്കി മാറ്റണം. ഓക്കെ. ഇപ്പം നമ്മൾ ഇവിടുത്തെ മെൻ്റൽ ഹെൽത്ത് വളരെ മോശമാണ്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കമൻസെല്ലാം കണ്ടറിയില്ല എന്തൊക്കെ ചെയ്തു വെക്കണം. മെൻ്റൽ ഹെൽത്ത് മോശം കൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ സൈക്കാട്രി പ്രോബ്ലം പറഞ്ഞാൽ ഭയങ്കര മോശ കാര്യമാണ്. ഒരാൾക്ക് സൈക്കാട്രി പ്രോബ്ലം അതല്ല വളരെ ഇവിടെ സൈക്കോളജിയും ലോയിൽ 8ാം ക്ലാസ് മുകളിൽ പഠിപ്പിക്കേണ്ടതാണ്. കണ്ട് കുഴപ്പമുണ്ട്. ഇവിടെ പലർക്കും നിയമങ്ങൾ അറിയില്ല. ഓക്കെ. ഇപ്പോൾ ഈ യൂട്യൂബ് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അറിയില്ല. അതാണ് ഒരുപാട് കേസുകൾ വരുന്നത്. അതേപോലെ സൈക്കോളജി ഇവിടെ മെൻ്റൽ ഡിസീസ് വളരെ ഇപ്പോൾ ഉള്ളിളക്കം സിനിമയിൽ ക്ലൈമാക്സിൽ മോഹൻലാലിൻ്റെ കഥാപാത്രം പറഞ്ഞ ഡയലോഗുണ്ട്, എനിക്ക് നിന്നോ ദേഷ്യമില്ല, കൊന്നാൾ, കാരണം നിൻ്റെ രോഗമാണ് ചെയ്തത്. അത് എത്രയും മനസ്സിലാക്കുന്നുണ്ട്. ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിട്ട് പോലും ഇവിടുത്തെ ആളുകൾ മാനസിക രോഗത്തെ വളരെ മോശമായി കണക്കാക്കണം. ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രശ്നം നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അണ്ണന് ഒരു 50,000 രൂപയ്ക്ക് ഒരു അവാർഡ് കിട്ടാൻ പോയത് അവിടെ നിന്ന്. അത് മാറ്റി 50,000 രൂപ തരാണെങ്കിൽ ഇതുണ്ടാക്കി തരാം, മന്ത്രിനെ ആദരവ് വാങ്ങിച്ചു തരാം. ഞാൻ എനിക്ക് ഓൾറെഡി ഒരു ആദരവ് കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പാർട്ടിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. 50,000 രൂപ 50,000 രൂപ ഞാൻ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഏതോ മന്ത്രിനെ ആദരവ് ഉണ്ടാക്കി തരാം. ഏത് മന്ത്രിയുടെ അതൊന്നറിയില്ല. എവിടെ ആദരവ് കിട്ടും? അവൻ 50,000 കൊണ്ട് അവൻ സ്ഥലം വിടും. അവനെ പെരേരെ ഗൾഫിൽ കൊണ്ട് അവൻ പറ്റിച്ചല്ലേ, പെരയുടെ പാസ്പോർട്ടിൽ കൊണ്ടുപോയി. ഈ പെരേരെ ആട്ടെ 2 പേരെയോട് മറ്റേ ഹോട്ടലിന് പുറത്താക്കിയതാണ്. ഭക്ഷണം കഴിച്ചിട്ട് രൂപ കൊടുത്തില്ല. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് രൂപ കൊടുത്തില്ല. ഇവരിങ്ങനെ വരികയാണ്. ഇവരുടെ ഈ മണ്ടമ്പാൽ ലെറ്ററിന് പോലെ സിനിമ ഉണ്ടായിരുന്നു. അതുപോലെ ഇവർ നേരെ ഹോട്ടലിലേക്ക് വരും, എന്നിട്ട് കഴിക്കുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് ഒന്നും ഇല്ല. എല്ലാം കഴിഞ്ഞിട്ട് അവസരം ആട്ടായിട്ട് പടിയെന്ന് പറയേണ്ടത് പാത്ര കൈകളാ പറയുന്നത്. ഇവരുടെ പരിപാടി അറിയോ? ഇവരൊരു ഹോട്ടലിൽ കയറും, എന്നിട്ട് കഴിച്ച ശേഷം പ്രൊമോഷൻ നടത്തും. അപ്പോൾ പ്രൊമോഷനിൽ ആ കാശ് തീറ്റയായിട്ട് മാറും. ഉദയം നോക്കിയാൽ ഇവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ഇവർക്ക് ഫിനാൻഷ്യലി വളരെ ജോലിക്ക് പോയിക്കൂടെ ഇല്ലേ? അതല്ലേ ഒരു ജോലിക്കാണ്. ഇപ്പൊ ആട്ടായം പറയാം പുള്ളി സെലിബ്രിറ്റി ആയി പോയി, പുള്ളിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. പുള്ളി നോട്ടീസ് ഇടുന്ന ആളായിരുന്നു. പാരലൂണിവേഴ്സിറ്റി ഭയങ്കരമാണ്. ഓക്കെ. എന്തായാലും അണ്ണ ഒരൊറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, അണ്ണൻ എപ്പോഴെങ്കിലും കരയാറുണ്ടോ? ഒരുപാട് കരയുന്ന ആളാണ്. അണ്ണനെ മാത്രമാണ് പല ഇമോഷൻസ് എല്ലാം ഫീൽ ചെയ്തിട്ട് എല്ലാം ഫേസ് ചെയ്തിട്ടും ഞാൻ ഇതുവരെ സെന്റിമെന്റ്സ് കാണിച്ചിട്ടില്ല. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരയുന്ന ആളാണ്. എസ്പെഷ്യലി എൻ്റെ ഫാദറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും മിസ്സാവുന്നുണ്ട്. 3.5 വർഷമായി ഇപ്പോഴും മിസ്സാവുന്നുണ്ട്. ഞാൻ പലപ്പോഴും എനിക്കറിയാം എൻ്റെ മദറിൻ്റെ കാലം കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ആരുമില്ലാത്തൊരവസ്ഥയാണ്. സിസ്റ്റേഴ്സ് ഒന്നും അവർക്കെല്ലാം അവരുടെ കാര്യമാണ്. അവർക്ക് അവരുടെ മക്കളായപ്പോൾ എന്നെ ആവശ്യമില്ല. എനിക്ക് എൻ്റെ മദറിൻ്റെ കാലം കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിന് മാരേജ് നടക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഏജ്, കാരണം ഇപ്പോൾ 30 ബിലോ പെണ്ണുങ്ങൾ പറയുന്നത് ഷുഗർ ഡാഡി. എന്നെ ഷുഗർ ഡാഡി എനിക്ക് നരച്ചിട്ടില്ലുണ്ട്. കാരണം നരച്ചാൽ പ്രായം അനുസരിച്ചല്ല, എൻ്റെ ഗ്രാൻഡ് ഫാദറിന് പ്രശ്നം ഉണ്ടായിരുന്നു, പെട്ടെന്ന് നരയ്ക്കുകയാണ്. അപ്പോൾ എന്നെ വിളിക്കുന്നത് ഷുഗർ ഡാഡി മറ്റേക്കാണ്. 30 ഇയേഴ്സ് ബിലോ ആ പെൺകുട്ടികൾ ഞാൻ ഷുഗർ ഡാഡി. 30 ഇയേഴ്സ് എബോ ആണ് ഡിവോഴ്സ് ആയിട്ട് ഒരു കുട്ടികളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ മീനെ പോലും ഞാൻ പറഞ്ഞ ഒരു കുട്ടിയുടെയും കുഴപ്പമില്ല പറഞ്ഞ. അത് ഭയങ്കര വിവാദമായി. പക്ഷേ ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമാണ്. നിയമങ്ങൾ മുഴുവൻ അവർക്ക് അനുകൂലമാണ്, എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. ഒരാളും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു പെൺകുട്ടി കേസ് കൊടുത്താൽ
തെളിവില്ലെങ്കിൽ പോലും 2 ആഴ്ച റിമാൻഡാണ്. ഓക്കെ, ഒറ്റ കാര്യം, ഇപ്പം ഈ മീനയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ ശരിക്കും അണ്ണൻ എന്തിനിങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് പറയുന്നത്? അന്നത് അവരെല്ലാം അറിയിക്കേണ്ടത്, അവരെ അറിയാം. അത് ശരിയാണ് അല്ലേ? പിന്നെ എന്തിനാണ് നേരിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പബ്ലിക്കിൽ പറയുമ്പോൾ അതൊരു പ്രശ്നമല്ല, അത് മോശമല്ല. അതെൻ്റെ ഒരു കുഴപ്പമാണ്. നിങ്ങളുടെ ജാങ്കോ സ്പേസിൽ ഒരു ആങ്കറിനെ പ്രപ്പോസ് ചെയ്താണ് ഇവിടെ. അതുപോലും അത് ഞാൻ പിന്നീടാണ് മനസ്സിലായത്. അത് അവരെ ഒരുപാട് ബാധിക്കും. അത് തീർച്ചയായിട്ടും അണ്ണന് ഓരോരുത്തരുടെ പേര് പറഞ്ഞു. അവരിപ്പോൾ ആ കുട്ടി ആറാട്ടൻ്റെ ആളാണ് ഇങ്ങനെ പറഞ്ഞ ആറാട്ട മോശക്കാരനല്ല, അത് അവർക്ക് എഫക്ട് ചെയ്യും. പെണ്ണുങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അത് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി. പറയാറില്ല അണ്ണന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റുന്നുണ്ട്. അതെനിക്ക് പറ്റിയ അബദ്ധമാണ്. ആണുങ്ങൾ പോലെ അല്ല, പെണ്ണുങ്ങളെ ബാധിക്കും. ഇവിടുത്തെ സോഷ്യൽ കണ്ടീഷൻ അങ്ങനെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഇപ്പം അത് പറയാറില്ല. അപ്പോൾ ഓരോ നടിമാരുടെ പേരൊക്കെ പറയുമ്പോൾ അതൊക്കെ അവർക്കും കൂടി മോശമാവുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഒരാളെ ഇഷ്ടമാണ് പറഞ്ഞാൽ എത്ര മോശം കാര്യം വിചാരിച്ചു. അത് അണ്ണൻ അവരോട് വേറെയാണ്. തീർച്ചയായിട്ടും പെണ്ണുങ്ങളെല്ലാം വേറെ രീതിയിലാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അതെല്ലാം മാറ്റാൻ ശ്രമിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞത് അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട് ലൈഫിൽ. അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ വിഷമം വരുന്ന ഒരാളാണ്. അച്ഛൻ അത്രയും വലിയൊരു മനുഷ്യനാണ്. പി രാജീവ് അടക്കം മരിച്ചപ്പോൾ കാണാൻ വന്ന ഒരാളാണ്. അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്. ആവാൻ പറ്റുന്നില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് പുള്ളിൽ കിട്ടിയ ഏക ഒരു ക്വാളിറ്റി പറഞ്ഞ മനുഷ്യത്വമാണ്. അത് കുറച്ച് കൂടിപ്പോയി. ഒരുപാട് പേരെ സാമ്പത്തിക ഹെൽപ്പ് ചെയ്ത്, ആരുടെ പേര് പറയുന്നില്ല, കാശിൽ കുറേ പോയിട്ടുണ്ട്. ശരിയാണ്. പക്ഷേ എനിക്ക് വേറെ യു വാസ് വെരി സ്ട്രൂഡ്, വെരി വൈസ്, ഇങ്ങനെ പലതും ഉണ്ടായി. അതൊന്നും എനിക്ക് അത്ര കിട്ടിയിട്ടില്ല. അതുപോലെ ആവാൻ ശ്രമിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. എല്ലാം ശരിയാവട്ടെ കേട്ടോ. എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞുകൂടിയാണ് ഐ വാണ്ട് ടു ബി ലൈക്ക് മൈ ഫാദർ, വിച്ച് അൺനോൺ ഗ്രേറ്റ് പേഴ്സൺ. പക്ഷെ അത് അത്ര ആവണം. എൻ്റെ ഒരു എനിക്ക് എല്ലാം കിട്ടിയിട്ടില്ല. ചിലത് അക്വയർ ചെയ്യണം. നേച്ചർ നർച്ചർ പറഞ്ഞു നമ്മൾ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു തീരുമാനം എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. അമ്മയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് സന്തോഷമാവുന്ന രീതിയിൽ ഇനി ഫാദറിനെ പോലെ ആവുകയാണെങ്കിൽ എൻ്റെ അമ്മ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ ആവാൻ ശ്രമിക്കും അല്ലേ? നമ്മൾ അതിനുള്ള ശ്രമങ്ങൾ തൊട്ട് നമ്മൾ തുടങ്ങുകയായി. നന്നായിരിക്കട്ടെ. ആ ഒരു കാര്യത്തിന് നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒരുപാടുണ്ടാവും കേട്ടോ. ധൈര്യമായിട്ട് പോകുമ്പോൾ നിങ്ങൾ ഇന്റർവ്യൂ എൻജോയ് ചെയ്തു. ലാസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ ഇഷ്ടപ്പെട്ടു. കുറെ നാളെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്തത്. ഫസ്റ്റ് നല്ല ഇന്റർവ്യൂ ആണ്. നിങ്ങളുടെ സൗണ്ട് നല്ലതാണ്. നിങ്ങൾ കാന്താര സിനിമയ്ക്കെല്ലാം മ്യൂസിക് സൗണ്ട് കൊടുത്ത ആളെ പറയുന്നു. മാർവലിനെല്ലാം അല്ലെങ്കിൽ മലയാളം ഭാഷയിൽ നിങ്ങൾ നല്ല കഴിവുള്ള ആളാണ്. മുന്നോട്ട് പോവുക. താങ്ക് യു.